ഏട്ടാ, ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാ ഏട്ടന് ബുദ്ധിമുട്ടാവോ? നീ എന്താ അങ്ങനെ പറയണേ? എല്ലാ ബാധ്യത ഒഴിച്ചിട്ട് ഏട്ടൻ സ്വസ്ഥായതല്ലേ, വീണ്ടും ഞാൻ വന്നേക്കുമല്ലേ? നീ വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട. എന്താ വേണ്ട അത് പറ. ഞാൻ തയ്യൽ പഠിക്കട്ടെ. ഏട്ടന്റെ കടയുടെ ഉമ്മർത്തൊരു മെഷീനിട്ട് എനിക്കും ഇരിക്കാലോ. എന്താ നീ എനിക്കൊരു ഭാരായും തോന്നുന്നുണ്ടോ? അതല്ലേ ഏട്ടാ, വെറുതെ ഇരിക്കുമ്പോ ഒരു മടുപ്പ്. നേരം പോകാനാണെങ്കിലും ആയിക്കോട്ടെ, അല്ലാതെ നീ ജോലി ചെയ്ത് കാശുണ്ടാക്കേണ്ട കാര്യമൊന്നും ഇപ്പൊ ഇല്ല, ഏട്ടൻ ഉള്ളിടത്തോളം കാലം. പിന്നെ ഒരു അപേക്ഷയും കൂടെ ഉണ്ട് എനിക്ക്. എന്നെ ഓർത്ത് ഏട്ടൻ ജീവിതം വേണ്ടെന്ന് വെക്കാൻ ആലോചനെങ്കിൽ ഞാൻ നിൽക്കില്ല ഇവിടെ. നരകാണെങ്കിലും എന്റെ മോളുടെ അച്ഛന്റെ വീടുണ്ട് അവിടെ. നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞേ? കല്യാണം ഒഴിഞ്ഞു പോയത് അവർക്ക് വേണ്ടെന്ന് വെച്ചിട്ടാ. അത് പോണെങ്കിൽ പോട്ടെ, ലോകത്ത് വേറെ ഇല്ലേ പെൺകുട്ടികള്? ഇതാ അടുത്ത ആഴ്ച. ഏട്ടാ വേണ്ട, ഈ ലോകത്ത് എന്നെ പോലെ ഏട്ടനെ മനസ്സിലാക്കി വേറെ ആരുമില്ല. അമ്മ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാം, അതുപോലെയല്ല സുമ. ഇപ്പൊ എല്ലാവർക്കും സമാധാനായി. പൊളിക്കും ഞാൻ, ചവിട്ടി ഞാൻ പൊളിക്കും. എന്താണ് നീ കുന്തം വിളിങ്ങിയ പോലെ നോക്കണേ? ജോസും മനുഷ്യനാടാ. ഇനി ജോസ് ഒരു മനുഷ്യനും വക വയ്ക്കില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തൂടാ? എന്റെ മുറ്റത്ത് കയറരുത്, കിടക്കണ പുറത്ത്. നീ കിടക്കണ പുറത്ത് പേടിപ്പിക്കുക ജോസിനെയാ. നല്ല കാര്യായി, പള്ളിയിൽ പറഞ്ഞാ മതി. എന്തേ കൊല്ലണോ കൊന്നോ തയ്യാറാ, റെഡി മണി. പക്ഷെ എന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണണം. കടന്ന് പോടാ നായേ. നീ പോടാ പൂച്ച. എനിക്ക് കാണണം. എനിക്ക് എന്റെ പെണ്ണിനെ കാണണം. എനിക്ക് എന്റെ പെണ്ണിനെ ഒന്ന് കാണണം. അടിക്കുന്നേ പോയാ തല്ലിക്കോടാ. സഹിക്കാൻ പറഞ്ഞിട്ട് കുറെ ആയി. ഞാൻ സംസാരിക്കാം, ഏട്ടൻ പേടിക്കണ്ട. മനസ്സിലായോ സുമ? കരയണ്ട, ഇത് കള്ളിന്റെ കരച്ചിലാ. ഒരു തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ സ്നേഹിച്ചു, അതിന്റെ ശിക്ഷ 4-5 കൊല്ലം ഞാനും എന്റെ ഏട്ടനൊക്കെ അനുഭവിക്കുകയാണ്. ഇന്ന് ഞാനൊരു വിധവയാണ്, കുറെ കൂടി പേടിക്കണം. ഇനി പഴയ പോലെ അനാവശ്യങ്ങൾ പറഞ്ഞു നടന്ന എന്റെ ശവം കൂടി നിങ്ങൾ കാണും. അതും കാണണോ? മേലെ ഗേറ്റിന് മുന്നിൽ വരരുത്, നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കരുത്.